ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉഴുന്നുവട റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യണത് രാത്രിയാണ്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തു. നമ്മുടെ ഈ മിക്സിയുടെ ഈ ബ്ലേഡിൻ്റെ മുകളിൽ നിൽക്കണം ഉഴുന്ന്. അതുവരെ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മളിത് അരയ്ക്കുമ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ അതാ ഒരു സ്പൂണ് വെള്ളമാണ് ചേർത്തേക്കണേ. ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ആദ്യം. ഇത് അടിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, ഈ പരുവായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഈ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുക. ഇത് ആദ്യത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അരയ്ക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി അരയ്ക്കാനുള്ള ഉഴുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും അതേപോലെ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കണില്ല. ഇനി ഞാനിത് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് കറക്കിയിട്ട് ഒന്ന് കൊണ്ടുവരണം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ഒന്ന് കറക്കിയിട്ട് ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ കിട്ടുന്ന പരുവാണ് കേട്ടോ ഇത്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാനൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ മാവൊക്കെ നല്ല ക്രീമി പോലെ ആയിരിക്കും, നന്നായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഉഴുന്നുവടയൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ ഈ മാവും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തു. രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളം ചേർത്തില്ല, ഐസ് ക്യൂബ് മാത്രമാണ് ചേർത്തേക്കണേ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഇതേപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിതാ ഈ സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെറുതെ ഇളക്കുകയല്ല, നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അരമണിക്കൂർ അതിങ്ങനെ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു സബോള, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ചൂടാവട്ടെ കേട്ടോ. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഈ ഉഴുന്നുവട ഇതിന് മുൻപും ഞാൻ ഒരുപാട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഷേപ്പ് കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷേപ്പ് ഉണ്ടാക്കണേ. അതും കൂടി ഒന്ന് കണ്ടോളൂ എല്ലാവരും. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അത് പെർഫെക്റ്റായി വരണമെന്നില്ല. എനിക്ക് എങ്ങനെ നോക്കിയാലും എനിക്ക് ആ ഷേപ്പ് അങ്ങ് വരില്ല. അപ്പോൾ ഞാൻ ചെയ്യണ ഒരു സൂത്രപ്പണിയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇതേപോലത്തെ ഒരു ചട്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചട്ടുക എടുക്കുക, അത് മെല്ലെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചൂണ്ടാണി വിരലുകൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങനെ അതങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തി കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് വീഴുകയും ചെയ്യും. പിന്നെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യണതിന് പകരം വെള്ളം വെളിച്ചെണ്ണയിലേക്കായി പൊട്ടി തെറിക്കുന്ന പേടിയുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം, എണ്ണ പരട്ടാം കേട്ടോ. എണ്ണ ചട്ടുകത്തിൻ്റെ മുകളിൽ പരട്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യണത് വെള്ളത്തിൽ മുക്കിയിട്ടാണ്. വെള്ളത്തിൽ മെല്ലെ ഒന്ന് മുക്കി കൊടുക്കുക ചട്ടുകം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉരുട്ടി മാവ് വെച്ചിട്ട് നമ്മുടെ ഈ ചൂണ്ടാണി വിരൽ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ, നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.